ഗൈസ്, അപ്പോൾ മറ്റൊരു മനോഹരമായ വ്ളോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഞാനും അമ്മയും കൂടി ഇപ്രാവശ്യം പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. ഞാൻ എന്താ റെഡിയായി നിൽക്കുകയാണ്. 4 മണിയായി, 3:30 ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചേട്ടൻ കൊണ്ടാക്കുന്നതാണ്. എവിടെ ഇരുന്ന് പൊങ്കാല ഇടണമെന്ന് പറ്റി ഐഡിയ ഇല്ല. ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോണത്. മിക്കവാറും PMGയിലായിരിക്കും. സമയം ഒരുപാട് ലേറ്റായി. നമുക്ക് അമ്മേനെ വിളിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കാം. അപ്പോൾ ഗൈസ് ദാണ്ട വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 4:30 ആടി 4:30 ആയപ്പോഴത്തേക്ക് ദാണ്ട തുണ്ടും മടലും ചൂട്ടും എല്ലാം കൂടെ എടുത്തുകൊണ്ട് നേരെ പൊങ്കാല ഇടാൻ വേണ്ടി പോവുകയാണ്. ആഹാ, എല്ലാം അടുത്തല്ലേ? ചട്ടിയും കലവും എല്ലാം ഉണ്ടല്ലേ? ഓക്കേ, ഒന്നും പെട്ടെന്ന് കേറുവോ? അപ്പൊ പോവാം. ഫ്ലൈറ്റ് എടുക്കട്ടെ? സീറ്റ് ബെൽറ്റ് ഇടൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, നമ്മളിത് ഏകദേശം ഇഞ്ചക്കൽ എത്താറായി. ഇവിടെ ആണെങ്കിൽ ചുറ്റും ആൾക്കാരെ ഇപ്പോഴേ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. നമുക്കൊന്നും നിന്ന് തിരിയാൻ കിട്ടൂല. ഒരടുപ്പെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക്. ചട്ടിയും കലമൊക്കെ വെച്ചോണ്ട് ഇന്നലെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഓ, അതിനിടയിൽ ഒടുക്കത്ത ബ്ലോക്കും. സൂചി കുത്താനുള്ള സ്ഥലം പോലും ഇവിടെ ഇല്ല ഗായ്സ്. കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയ എവിടെയെങ്കിലും ഒരു 2 അടുപ്പ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്നിട്ട് ഏകദേശം 10 മിനിറ്റായി ഇങ്ങനെ അനങ്ങിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. വളരെ പരിതാപകരം, ഭയങ്കര തിരക്കാണ്. ഇന്നത്തെ ദിവസം തിരുവനന്തപുരംകാരൻ പളേ ജാടയ്ക്കാന്ന് പറഞ്ഞല്ലേ. വെയിറ്റ് ഉണ്ടാടാ, വെയിറ്റ് ഉണ്ടാ. 2 പേർക്കുള്ള കല്ലെടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരാൾക്കുള്ളതിൽ എടുത്തോളൂ. അതെ, 2 വർഷം മുന്നേ ജിമ്മിലൊക്കെ പോയതാണ്. അത് 2 ദിവസം പോയതാണ്. അറിയാമോ? ട്രയാങ്കിൾ ആയിട്ട് അയ്യേ, അതേപോലെ നോക്കി അങ്ങോട്ട് വന്നോണ്ട് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കലത്തിൽ വെള്ളം പിടിച്ചു വെക്കാൻ പോയി. ഇപ്പോഴാകുമ്പോൾ തിരക്കില്ല, പിന്നീടായി ക്യൂ നിന്ന് വെള്ളം പിടിക്കേണ്ടി വരും. അവിടെ നോക്കട്ട് സഹായിക്കണ ഉപദ്രവിക്കണ വേഗം ചെയ്യും. കാണീര് ഇങ്ങനെയാണ് നിവർത്തിയല്ലേ കുത്തണത്. ചേട്ടൻ ചെയ്യാൻ കണ്ടിട്ട് ഒരു ആവേശത്തിനാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. പക്ഷെ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടണായിട്ടും അല്ല. നമ്മൾ തെരളിയൊന്നും വെക്കണില്ല, പായസം മാത്രമേ വെക്കണുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ വന്ന മാമിമാർ ഇത് ചെയ്യണുണ്ട്. അപ്പൊ വെറുതെ ഒന്ന് കൊതി തോന്നി ചെയ്തു നോക്കിയതാണ്. പക്ഷെ അവസാനമായി ഇല ഞാൻ ഞവുടിക്കൂട്ടി. ഇതും കോപ്പി അടിക്കണ അയ്യേ, കുമ്പള കുത്തടി. കുമ്പള കുത്ത് ഈ സാധനത്തിന് ഇങ്ങനെ പൊടി കുത്തേ വരിക. എന്നിട്ട് ഇല അതിന് ലോക്ക് എന്നെ വലിയ കളിയാക്കലായിരുന്നല്ലോ. ഇനിയിപ്പോ അങ്ങനെ പറയാം. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ. ഫാൻസാണോ മോള്? ഫാൻസാണോ? നമ്മുടെ ഫാൻസാണ്. ഓ, നിന്നെ ആർക്കും ഇഷ്ടമല്ലേടി? ഇനി നമുക്ക് വേണ്ടി ഫുഡ് സ്പോൺസർ ചെയ്ത് തന്ന ഈ ആന്റിക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഓ, ഉണ്ട ബസ്. ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. അപ്പോഴത്തന്നെ നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്തു. ആഹാ, ഇപ്പൊ നിങ്ങൾ അവിടുത്തെ ആളായ? അത് നിങ്ങൾ കഴിക്കേരി ഇറക്കി വിടുമല്ലോ.
അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ മറ്റൊരു വീടും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാം. നിങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് വീട്ടിലുണ്ട്, രണ്ടുപേരും ഓരോ വീട്ടിൽ. ഈ ഒരു സമയത്ത് നമുക്ക് സഹായിച്ച ആൻറ്റി ഒരു പരിചയമില്ല, പക്ഷെ കണ്ട് സ്നേഹത്തോടെ ഫുഡ് വിളമ്പി തന്നു. ഉദ്യോഗസ്ഥർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അടുപ്പിൽ തീ എത്തിക്കാൻ ഇനി 1.5 മണിക്കൂറുണ്ട്. വെറുതെ ഇരുന്ന് വേറെ ഇറങ്ങണ്ടെന്ന് എഴുതി ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങി. പോണ പോക്കിലാണ് അവിടെ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ കയറി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് കരുതി നോക്കിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ ക്യൂ. ഇവിടെ ക്യൂ നിന്ന് ഫുഡും മേടിച്ച് വന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോകുന്ന ഏകദേശം പൊങ്കാല തന്നെ തുടങ്ങിയെന്ന് വരും. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കില്ല, നാണം കെട്ടി ഇറങ്ങി വരുന്ന ആ വരവാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള 45 മിനിറ്റ് എങ്ങനെ കളയാമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉറങ്ങി തീർത്താലോ എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വന്നത്. അങ്ങനെ കമന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ലവൻ വന്നത്. ഹലോ ഗായ്സ്, ഉറങ്ങുകയാണോ ഗായ്സ്? ഉറങ്ങാനാണോ വന്നത് ഗായ്സ്? മാളക്കുട്ടി ഫാൻസ് ആണോ? മാളക്കുട്ടി ഫാൻസ് ആണോ? അമ്മയുടെ ഫാൻസ് ആണോ? മാളു അപമാനം. റെഡിയായോ? ഇതാണോ കോസ്റ്റ്യൂം? പൊങ്കാല കോസ്റ്റ്യൂം ആണോ? ഇതാണോ പൊങ്കാല കോസ്റ്റ്യൂം അല്ലേ? അടുപ്പൊക്കെ റെഡിയായി. എപ്പോഴാണ് കത്തിക്കുന്നത്? 10:15 കത്തിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇപ്പൊ പ്രൊസീജിയർ? എന്താണ് അടുത്ത? ആര് കൊണ്ടുവരും? നിങ്ങൾ കത്തിക്കേണ്ട കാര്യമില്ല. ഹലോ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പോഴാണോ മാള് പഴം ഇടുന്നത്? നീ ലേറ്റാണല്ലോ, ബാക്കി എല്ലാവരും ഇട്ടല്ലോ. വീട്ടിൽ പോലും നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചതായിട്ടുള്ള യാതൊരു ഓർമ്മയില്ല. അഥവാ കഴിക്കാൻ ശ്രമിച്ചാൽ അപ്പം അതിൻ്റെ പേര് അടിയാവും. പക്ഷേ ഇന്നെന്തോ ഒരു അടിയില്ലാതെ നമ്മൾ ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് ഫുഡ് അടിച്ച്. എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് ഫുഡ് അടിച്ചത് പോരാഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് അവനൊരു ലൈമും കുടിച്ച്. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. 12 മണിയായപ്പോഴത്തേക്കും നമ്മൾ പൊങ്കാലെല്ലാം ഇട്ട് തന്ന് ഫുഡും കഴിച്ച് ഞാൻ അടുത്ത് നേദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാളതേ ഒരു ചരിവിൽ ഒരു കൈ താങ്ങ് മതിലും കൊടുത്തിട്ട് സുഖമായിട്ടിരുന്ന് ഉറങ്ങണ കണ്ടത്. വെയിറ്റ് ചെയ്യുവാണോ? ഓൾ ദി ബെസ്റ്റ്. പരിസമാപ്തിയായിരിക്കുകയാണ്. എല്ലാവരും എല്ലാം ഹാപ്പി ആയില്ലേ? വളരെ ഹാപ്പി ആയില്ലേ? അപ്പൊ ഓക്കെ, എല്ലാം പാക്ക് ചെയ്തോ? പ്രാർത്ഥിച്ച് എടുത്തോ. 1:15 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1:15 എന്നെ പോറ്റി വന്ന് പൊങ്കാല നേദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ നമുക്ക് കുറച്ച് മണ്ടപ്പുട്ടും തെരളിയെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.